Welcome to CE for Civil Engineering classes. ഈ സെഷനിൽ നമുക്ക് ഹൈഡ്രോളജി ആൻഡ് പ്രസിപ്പിറ്റേഷൻ സൈക്കിൾ എന്ന് പറയുന്ന വാട്ടർ റിസോഴ്സിലെ ഒരു പോർഷൻ നോക്കാവുന്നതാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത് നമുക്ക് എന്താണ് ഹൈഡ്രോളജി എന്ന് അറിയണം അല്ലേ? ഹൈഡ്രോളജി എന്ന് പറയുന്നത് ഇസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഒക്കറൻസ്, മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. അതായത് ഹൈഡ്രോളജി എന്ന് പറയുന്നതിനെ എനിക്ക് പറയാം ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് വാട്ടർ എന്ന് എനിക്ക് പറയാം. സയൻസ് ഓഫ് വാട്ടർ, സയൻസ് ഓഫ് വാട്ടറിനെയാണ് ഹൈഡ്രോളജി എന്ന് പറയുക. ആൻഡ് ഹൈഡ്രോളജിയിൽ അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ എർത്തിലുള്ള വാട്ടർ സർക്കുലേറ്ററി മോഷൻസ്, അതിൻ്റെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിനെയും എൻക്ലോസ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. സോ ഹൈഡ്രോളജീനെ എനിക്ക് പറയാവുന്നതാണ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിപ്ലീഷൻ ആൻഡ് റീപ്ലെനിഷ്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ഓൺ എർത്ത് എന്ന് പറയാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിപ്ലീഷൻ ആൻഡ് റീപ്ലെനിഷ്മെന്റ് ഓഫ് water resources on earth, of water resources on earth എന്നും കൂടെ പറയാവുന്നതാണ്. എന്നാൽ ഹൈഡ്രോളജിക്ക് സിമിലർ ആയിട്ട് വരുന്ന ടേംസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത് വാട്ടറിന്റെ മെഷർമെന്റിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് സ്ട്രീമാണ്. ദാറ്റ് ഈസ് നമ്മുടെ റെയിൻ ഗേജുകൾ കാര്യങ്ങളൊക്കെ ഹൈഡ്രോമെട്രി എന്നുള്ള ഒരു ഭാഗത്താണ് വരുന്നുണ്ടാവുക. ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ ബോഡീസ്, ഓഷ്യൻസിനായിക്കോട്ടെ ലേക്സിനായിക്കോട്ടെ അതിനെല്ലാം പറ്റിയുള്ള പഠനശാഖയാണ് ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത്. ഹൈഡ്രോമെറ്ററോളജി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ വേപ്പറിന്റെ രൂപത്തിലായിക്കോട്ടെ അതിനെ പറ്റി പഠിക്കുന്ന ഒരു ശാഖയാണ് ഹൈഡ്രോമെറ്ററോളജി. വേറെസ് ലിംനോളജി എന്ന് പറയുന്ന ഒരു ശാഖ ലേക്സിനെ പറ്റിയുള്ള പഠനമാണ്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ നിന്നും നമുക്ക് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. So first question, the science which deals with measurement of water. അപ്പോൾ ഏതാണ് മെഷർമെന്റ് ഓഫ് വാട്ടറുമായി ഡീൽ ചെയ്തിരിക്കുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഹൈഡ്രോമെട്രി എന്ന് പറയുന്ന ഒരു ശാഖയാണ്. അപ്പൊ അതിൽ ഹൈഡ്രോഗ്രഫി നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ വാട്ടർ ബോഡീസിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഒക്കെ പറ്റി പഠിക്കുന്ന ഒരു ശാഖയാണ് ഏത്? ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്ന ഒരു പഠനശാഖ അല്ലെ. ദെൻ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലെ ഒരു ബയോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് വാട്ടർ ഉള്ള ആ ഒരു ഭാഗത്തിനെ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുക. ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സിനെ പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് സ്ട്രീം തരുന്നത്. Okay, next question is science which deals with occurrence, distribution and movement of water on earth, below earth surface and in atmosphere. അത് ഏതാണ് വരുന്നുണ്ടാവുക? നമ്മുടെ ഹൈഡ്രോളജി എന്ന് പറയുന്ന ശാഖയാണ് അല്ലെ. അടുത്ത ചോദ്യം ഹൈഡ്രോളജി ഡീൽസ് വിത്ത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് അറിയാൻ എളുപ്പമുള്ള ചോദ്യമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ ആസ്പെക്ട്സ് ഓഫ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. സയൻസ് ഓഫ് വാട്ടർ എന്നാണ് ഹൈഡ്രോളജിനെ നമ്മൾ അറിയപ്പെടുന്നത്. അഗെയിൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഒറിജിൻ, പ്രോപ്പർട്ടീസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ എർത്ത്. എർത്തിലുള്ള വാട്ടറിന്റെ സർക്കുലേഷനും മറ്റുമായി പഠിക്കുന്ന ശാഖ ഏതാണ്? ഹൈഡ്രോളജി എന്ന് പറയുന്ന ഭാഗം തന്നെയാണ്. ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത് മെഷർമെന്റ്. സോ അങ്ങനെ ഓർക്കാം, ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദി മെഷർമെന്റ്. സോ ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത് ഓഷ്യൻസിനെ മറ്റും പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത്. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ലാർജ് വാട്ടർ ബോഡീസിനെ പറ്റി സർവേനെയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. ലിംനോളജി എന്ന് പറയുന്നത് വിൽ ബി ദ സ്റ്റഡി ഓഫ് ലേക്സ്.